Welcome children to the new topic gravitation. Let's see some portions related with gravitation. In the last chapters we learned about this different states of the body, that is state of rest and state of motion. അപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ മോഷനിലാക്കാൻ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഒരു കോസാണ് ഏത് ഫോഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത്. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷനും ലോസ് ഓഫ് മോഷനും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. പക്ഷേ ഫോഴ്സിന് രണ്ട് എഫക്റ്റ് ഉണ്ട്. ഫോഴ്സ് കൊണ്ട് നമുക്കൊരു ബോഡിയുടെ സ്പീഡിന് ചേഞ്ച് വരുത്താം, സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. പിന്നെ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഡയറക്ഷൻ മാറ്റാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഫോഴ്സാണ്. ഈ മൂന്ന് സിറ്റുവേഷനും നോക്കിക്കേ. ആൻ ഓബ്ജെക്റ്റ് ഇസ് ഡ്രോപ്ഡ് ഫ്രോം എ ഹൈറ്റ്. നമ്മൾ കണ്ടിട്ടുള്ളതാ, മേളിൽ നിന്നൊരു ഓബ്ജെക്റ്റ് വീണാൽ it falls towards the earth. കാരണം earth is pulling it. അപ്പോൾ earthും ഓബ്ജെക്റ്റുമായിട്ട് ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇസ് പ്ലാനറ്റ്സ് ഗോ അറൗണ്ട് ദി സൺ. അപ്പോൾ അവിടെയും പ്ലാനറ്റും സണ്ണുമായിട്ട് ഏതോ ഒരു ഫോഴ്സ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും അതിൻ്റെ സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കേസ്, മൂൺ ഗോസ് അറൗണ്ട് ദി എർത്ത്. മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ആർ ഗോയിങ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. അപ്പൊ അവിടെയും എർത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലാനറ്റ് ആ സാറ്റലൈറ്റിന് എന്ത് കൊടുക്കുന്നു, എന്തോ ഒരു തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കേസിലും രണ്ട് ഓബ്ജക്ട്സ് തമ്മിൽ എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ഏത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഈ മൂന്ന് കേസ് നോക്കിക്കേ. ഒരു ഓബ്ജക്റ്റ് മേളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തപ്പം അത് എർത്ത് പുള്ള് ചെയ്തുകൊണ്ട് താഴോട്ട്, അത് നമുക്ക് അറിയാവുന്ന കേസാണ്. രണ്ടാമത്തെ കേസ്, പ്ലാനറ്റ്സ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നു അറൌണ്ട് ദ സൺ. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദി സൺ. മൂന്നാമത്തെ കേസ്, എർത്ത് ഇസ് അട്രാക്ടിങ് ദ സാറ്റലൈറ്റ്, ദാറ്റ് ഈസ് മൂൺ, ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് മൂവിങ് അറൌണ്ട് ദി എർത്ത്. ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിലും ആ ബോഡീസിന്റെ ഇടയ്ക്ക് ടു ബോഡീസ് ആണ്, അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അവർ തമ്മിൽ ആ രണ്ട് ബോഡീസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് വാട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയാണ്. ആ ലാസ്റ്റ് പറഞ്ഞ രണ്ട് സിറ്റുവേഷനിലും ബോഡി മൂവ് ചെയ്യുന്ന മോഷൻ എന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ്. അപ്പൊ അതിനൊരു സിംഗിൾ എക്സാമ്പിൾ നമ്മൾ എടുത്താൽ, ഒരു കല്ലെടുത്ത് ഒരു കയറിൽ കെട്ടി ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് ഒന്ന് കറക്കിയാൽ ആ കല്ലിന്റെ മൂവ്മെന്റ് സർക്കുലർ മോഷനാണ്. ദാറ്റ് ഈസ് ദ സ്റ്റോൺ ഇസ് മൂവിങ് ഇൻ ദ സർക്കുലർ പാത്ത്. പക്ഷെ ആ കല്ല് കയറിന്ന് എപ്പോഴെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്തു പോയാൽ, വിട്ടുപോയാൽ എന്ത് പറ്റും, അത് സ്ട്രെയിറ്റ് ആയിട്ട് പുറത്തോട്ട് തെറിച്ചു പോകും അല്ലെ. ഒരു സ്ട്രെയിറ്റ് ലൈൻ സർക്കിളിലോട്ട് വരച്ചാൽ അതേ രീതിയിലായിരിക്കും ഇത് തെറിച്ചു പോകുന്നത്. ആ ലൈൻ, അങ്ങനെ വരയ്ക്കുന്ന ലൈനെ നമ്മൾ പറയുന്നത് ടാൻജന്റ് എന്നാണ്. അപ്പൊ ഒരു ബോഡി ഒരു സർക്കുലർ മോഷനിൽ പോകുന്ന ബോഡി, അപ്പോൾ ഒരിടത്ത് വെച്ച് പൊട്ടിയാൽ ഒരു ഡയറക്ഷനിലോട്ട്, വേറെ ഏതെങ്കിലും പൊസിഷനിൽ വെച്ച് പൊട്ടിയാൽ എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കുമോ? അല്ല, ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. ബട്ട് അതാണ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് കോൺസ്റ്റന്റ് സ്പീഡ് ഉണ്ടെങ്കിലും അതിന്റെ ഡയറക്ഷന് വ്യത്യാസമാണ്. ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് എന്തുണ്ട്, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് ആക്സലറേഷനും ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ആ സർക്കുലർ മൂവിങ് ബോഡിക്ക് കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്നെങ്കിലും അതിന് എന്തുണ്ട്, ഇറ്റ് ഈസ് ആൻ ആക്സിലറേറ്റഡ് motion. It has an accelerated
motion. ഈ മൂവ് ചെയ്യുന്ന ബോഡി സർക്കുലർ മോഷന് കൊടുക്കുന്ന മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആക്സലറേഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് ആക്സലറേഷൻ ഉണ്ടാകുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി മൂവിങ് അലോങ് ദ സർക്കുലർ പാത്ത് ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. സെന്റർ സീക്കിംഗ് ഫോഴ്സ് ആണ്. സെന്ററിലോട്ടാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ആ ബോഡി സർക്കുലർ മോഷനിൽ നിൽക്കാൻ പറ്റുന്നത്. ആ ഫോഴ്സ് ഇല്ലാതാക്കുമ്പോൾ തെറിച്ച് പുറത്തോട്ട് അങ്ങ് പോവുകയാണ്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താ പറയും? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദാറ്റ് ഈസ് സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു ബോഡി സർക്കുലർ മോഷനിൽ പോകണമെങ്കിൽ സെന്ററിലോട്ട് ഒരു ഫോഴ്സ് അതിനെ പുള്ള് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലാതെ വരുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങും സ്റ്റോണുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഇൻ ദി ആബ്സെൻസ് ഓഫ് ദിസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് പറ്റും? സ്റ്റോൺ ഫ്ലൈസ് ഓഫ്. എങ്ങനെ തെറിച്ചു പോകും? ആ സർക്കുലർ പാത്തിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ടാൻജന്റ് ആയിട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എങ്ങനെ വരയ്ക്കുന്നു ആ വഴിയായിരിക്കും ഇത്, അതേ ഡയറക്ഷനിലായിരിക്കും ഇത് തെറിച്ചു പോകുന്നത്. നമ്മൾ മുമ്പേ കണ്ടതുപോലെ എർത്ത് മൂണിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മൂൺ എർത്തിന് ചുറ്റും കറങ്ങുന്നത്. മുമ്പേ പറഞ്ഞല്ലോ, സ്റ്റോണിനെ സ്ട്രിങ് വഴി സെന്ററിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ഏത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, മോഷൻ, മൂണിന്റെ മോഷൻ എർത്തിന് ചുറ്റും പോകുന്നത് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് വാട്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ആരാ കൊടുക്കുന്നത്? ഇറ്റ് ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദി എർത്ത്, അല്ലെ? എർത്തിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൂലമാണ് ഈ മൂണിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മൂൺ എർത്തിന് ചുറ്റും സർക്കുലർ പാത്തിൽ പോകുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ ഫോഴ്സ് ഇല്ലാതായാൽ, അങ്ങനെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? മൂൺ സർക്കുലർ മോഷനിൽ പോകുമോ? മൂൺ എർത്തിന് ചുറ്റും അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് പ്ലാനറ്റ്സിന് ചുറ്റും പോകുമോ? പോകത്തില്ല. ഇറ്റ് വിൽ ട്രാവൽ ഇൻ എ യൂണിഫോം, ദ മോഷൻ വിൽ ബി യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിട്ട് മാറും. സർക്കുലർ മോഷന് പകരം അത് എന്തായിട്ട് മാറും? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിട്ട് മാറും. ആദ്യം കണ്ട എക്സാമ്പിൾ എന്തോ? മേളിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്താൽ ആ ബോഡി എർത്തിലോട്ട് മൂവ് ചെയ്യും, എർത്ത് അതിനെ അട്രാക്ട് ചെയ്യും, അല്ലെ? അപ്പോ ആ സിറ്റുവേഷനിൽ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിൾ എക്സ്പെരിമെന്റ്, അപ്പൊ ആ സിറ്റുവേഷനിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. തേർഡ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തുവാ? അങ്ങോട്ടൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന്. അപ്പൊ എർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നെങ്കിൽ ആപ്പിളും എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. തേർഡ് ലോ അനുസരിച്ചുണ്ട്. പിന്നെ സെക്കൻഡ് ലോ അനുസരിച്ച് എന്തുവാ? ഫോർ എ ഗിവൺ ഫോഴ്സ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എ ഗിവൺ ഫോഴ്സ്, ഒരു പെർട്ടിക്കുലർ ഫോഴ്സിന് ആക്സിലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് ഓഫ് ആൻ ഓബ്ജെക്ട്. ഒരു ഓബ്ജെക്റ്റ് ആക്സിലറേഷൻ ആരെ ആശ്രയിച്ചിരിക്കും? മാസിനെ ആശ്രയിച്ചിരിക്കും. ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ മാസ് കുറയുന്നതനുസരിച്ച് ആക്സിലറേഷൻ എന്ത് പറ്റും? കൂടും. മാസ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ കുറയും. അതായത് എർത്തിന്റെയും ആപ്പിളിന്റെയും മാസ് ഒന്ന് ഓർക്കുക. എർത്തിന്റെ മാസിനെ കമ്പയർ ചെയ്ത് ആപ്പിളിന്റെ മാസ് കുറവാണ്, അല്ലെ? അപ്പൊ ആപ്പിളിന്റെ മാസ് കുറയുമ്പം ആക്സിലറേഷൻ കൂടുന്നത് ആപ്പിളിനാണ്. മനസ്സിലായല്ലോ? അപ്പൊ തിരിച്ചങ്ങോട്ട് ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. പുള്ളുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നില്ല? ബിക്കോസ് ദ മാസ് ഓഫ് ദി ആപ്പിൾ ഇസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ മാസ് കൂടുതലാണ്. എർത്തിന്റെ മാസ് കൂടുതലായാൽ ആക്സിലറേഷൻ ഇസ് ലെസ്. ആക്സിലറേഷൻ ഇസ് നെഗ്ലിജിബിൾ. ഇറ്റ് ഇസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റാത്തത്, എന്ത് കാണാൻ പറ്റാത്തത്? ഈ ആപ്പിളിന്റെ അങ്ങോട്ട് എർത്ത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
കാണാൻ പറ്റാത്തത്. മനസ്സിലായോ? അപ്പൊ ഇവർ തമ്മിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിളിൽ നിന്നും എന്തുവാ നമുക്ക് എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ടു ബോഡീസ്. ആ രണ്ട് ബോഡിയുടെ ഇടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ എന്തോ പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പൊ നമ്മൾ കണ്ട ആ സിറ്റുവേഷൻ അനുസരിച്ച് ഈ സോളാർ സിസ്റ്റത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് സണ്ണുമായിട്ടുള്ള റിലേഷൻ പറഞ്ഞു, അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും തമ്മിൽ ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, യൂണിവേഴ്സിലുള്ള സകല ഓബ്ജക്ട്സ് തമ്മിലും എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ പേരാണ് ഏത്, മുമ്പേ പറഞ്ഞതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ വി ഹാവ് ടു ലേൺ മോർ അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദിസ് ചാപ്റ്റർ. ഇവിടെ രണ്ട് ബോഡി നമ്മൾ എടുക്കുന്നു. ഒന്ന് നമ്മുടെ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, ഒന്ന് എർത്തും മറ്റേത് മൂണുമാണ്. അപ്പൊ എർത്ത് മൂണിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഇസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പൊ മൂണിന്റെ മാസ് നമ്മൾ m1 എന്ന് എടുക്കുന്നു, എർത്തിന്റെ മാസ് m2 എന്ന് എടുക്കുന്നു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ഇല്ലേ? ആ ഫോഴ്സിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. ടു ബോഡീസ്, ദാറ്റ് ഈസ് ഒരു ബോഡി നമ്മൾ മുമ്പേ കണ്ടത് മൂണും എർത്തുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇത് മൂണ് m1ഉം എർത്തിന്റെ മാസ് m2, അല്ലേ? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d. അപ്പോൾ there is a force of attraction and F is, that is the gravitational force of attraction is directly proportional to ആ രണ്ട് ബോഡീസിന്റെ മാസിന്റെ പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോഡി m1, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ into second body m2. Understood? And F is directly proportional to product of their masses and it is inversely proportional to square of the distance between them. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, force, gravitational force is directly proportional to product of their masses and inversely proportional to square of the distance between them. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുത്തിട്ടുണ്ട് and that constant value is known as gravitational constant and it is capital G. അപ്പോൾ ഇക്വേഷൻ എന്തോ വരും, G m1 m2 by d square. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, m1 ഫസ്റ്റ് ബോഡിയുടെ മാസ്, m2 സെക്കൻഡ് ബോഡിയുടെ മാസ്, d അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് F is equal to G m1 m2 by d square. ഈ ഇക്വേഷനിൽ നിന്ന് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഫോർമുല എന്തോ വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, F d സ്ക്വയർ ബൈ ജിന്റെ കൂടുള്ള എല്ലാം ഡിനോമിനേറ്റർ ആകും m1 by m2. That is G, gravitational constant G is equal to F d square by m1 m2. അപ്പൊ ഈ ജിയുടെ യൂണിറ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ, അല്ലേ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ. ദെൻ മാസിന്റെ യൂണിറ്റ് എന്താ, കിലോഗ്രാം. അവിടെ രണ്ട് മാസ് ഇല്ലേ, സോ ഇറ്റ് ഇസ് കിലോഗ്രാം സ്ക്വയർ. സോ യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ per kilogram square. Okay. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഫോർമുല നമ്മൾ കണ്ടു, G is equal to F d square by m1 m2. അപ്പോൾ യൂണിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടി, അല്ലേ? എഫിൻ്റെ ന്യൂട്ടൺ, ഡി ഡിസ്റ്റൻസ് ഡി, അതിൻ്റെ യൂണിറ്റ് മീറ്റർ, പക്ഷെ ഡി സ്ക്വയർ ഉണ്ടായത് കൊണ്ട് മീറ്റർ സ്ക്വയർ, ദെൻ ബൈ കിലോഗ്രാം സ്ക്വയർ. രണ്ട് മാസ് അവിടെ m1 m2 മാസാണ്, അതുകൊണ്ട് കിലോഗ്രാം സ്ക്വയർ. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ
ഒത്തിരി പേര് പറഞ്ഞെങ്കിലും എഗ്രിയബിൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത വാല്യൂ ഹെൻറി കാവൻഡിഷിന്റെ വാല്യൂ ആണ്. അയാൾ സെൻസിറ്റീവ് ബാലൻസ് ഉപയോഗിച്ച് ഡിസൈഡ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ. ദറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് is 6.673 into 10 raised to minus 11 Newton meter square per kilogram square. Per kilogram square ന് പകരം kilogram raised to minus 2 എന്ന് എഴുതിയാലും മതി. സോ യൂണിവേഴ്സൽ ലോ, ഇപ്പൊ ഈ യൂണിവേഴ്സൽ ലോ എല്ലാ ബോഡീസിനും ആപ്ലിക്കബിൾ ആണ്. എല്ലാ ബോഡീസ് എന്ന് പറഞ്ഞാൽ ടെറിസ്ട്രിയൽ ബോഡീസും ആകാം, സെലസ്റ്റിയൽ ബോഡീസും ആകാം. ഏത് ബോഡീസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, കണക്ട് ചെയ്യാൻ പറ്റാതെ കടന്ന കുറേ കേസസിന് ഈ ഫോഴ്സ് ആണ്, യൂണിവേഴ്സൽ ലോ അപ്ലൈ ചെയ്യാൻ പറ്റി. ആദ്യത്തെ തന്നെ 4 എണ്ണം ഉണ്ട്, അത് കാണാൻ പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തത് ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് us to the earth, നമ്മളെ അട്രാക്ട്, എർത്ത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നു. നമ്മളെ മാത്രമല്ല എല്ലാ സബ്സ്റ്റൻസിനെയും എർത്ത് അട്രാക്ട് ചെയ്യുന്നു. ദെൻ മോഷൻ ഓഫ് ദ മൂൺ അല്ലെങ്കിൽ സാറ്റലൈറ്റ് അറൌണ്ട് ദ പ്ലാനറ്റ് അല്ലെങ്കിൽ അറൌണ്ട് ദി എർത്ത്. ദെൻ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. പിന്നെ ടൈഡ്സ് ഉണ്ടാകാറുണ്ട് ബിക്കോസ് ഓഫ് ദ പുൾ ബിറ്റ്വീൻ സൺ ആൻഡ് ദ മൂൺ, അല്ലേ? അപ്പോൾ ടൈഡ്സ് ഡ്യൂ ടു ദ മൂൺ ആൻഡ് ദ സൺ ഏത് മൂലം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? യൂണിവേഴ്സൽ ലോ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Thus, what we have learned, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുവാന്ന് പഠിച്ചു. യൂണിവേഴ്സിലുള്ള ഏത് ബോഡി തമ്മിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. അതിനെ റിലേറ്റ് ചെയ്ത ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്തുവാ? Every body in the universe is attracted by a force, and that force is directly proportional to the product of their masses and inversely proportional to the square of the distance between them. അല്ലേ? ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ കണ്ടു. എത്ര? ആരാ കണ്ടുപിടിച്ച് ഫൈനലൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത വാല്യൂ ആരുടെയാ? ഹെൻറി കാവൻഡിഷിന്റെ വാല്യൂ എത്രയാ? 6.673 into 10 raised to minus 11. And what is the unit of gravitational constant? Newton meter square per kilogram square. അല്ലേ? പിന്നെ യൂണിവേഴ്സൽ ലോയുടെ ഇമ്പോർട്ടൻസ് എന്താ? സെവറൽ ഫിനോമിന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി ബൈ ദി ഹെൽപ്പ് ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഒന്ന് ഏതൊക്കെയായിരുന്നു? എർത്ത്, ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് us to the earth. പിന്നെ മോഷൻ ഓഫ് ദ മൂൺ അറൌണ്ട് ദ എർത്ത്. പിന്നെ മോഷൻ ഓഫ് ദ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ ആൻഡ് ദ ടൈഡ്സ് ഡ്യൂ ടു മൂൺ ആൻഡ് ദ sun. Okay children, learn well. Let's see later.